ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 4-ാം തീയതി രാവിലെ 9 മണിയുടെ പ്രാർത്ഥന. ഖുദ്ദ 3-ാം മണി ജപം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം ചൊല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. നിൻ്റെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളോടൊന്നിപ്പിച്ച നിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശൂറായ പ്രകീർത്തനം. സങ്കീർത്തനം 98. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, അവൻ അത്ഭുതം ചെയ്തിരിക്കുന്നു. അവൻ്റെ കരവും വിശുദ്ധ ഭുജവും രക്ഷ നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ രക്ഷ വെളിപ്പെടുത്തിയിരിക്കുന്നു. ജനതകളിൽ നീതി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള കൃപയും വിശ്വസ്തതയും അവൻ അനുസ്മരിച്ചു. ഭൂതലം മുഴുവൻ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷാചെയ്തികൾ ദർശിച്ചിരുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, ആലപിക്കുവിൻ, പുകഴ്ത്തുവിൻ. കിന്നരം മീട്ടി കർത്താവിനെ കീർത്തിക്കുവിൻ, വാദ്യഘോഷത്തോടെ സ്തുതിക്കുവിൻ. കാഹളം മുഴക്കി രാജാധീശനെ വാഴ്ത്തുവിൻ. സമുദ്രം അതിൻ്റെ നിറവിലിളകി മറിയട്ടെ, ഭൂമിയും അതിലെ നിവാസികളും ആർത്തുഘോഷിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കാട്ടാറുകൾ കയ്യടിക്കട്ടെ, പർവ്വതങ്ങൾ പാട്ടുപാടട്ടെ. അവൻ ഭൂമിയെ വിധിക്കാൻ വരുന്നു, ലോകത്തെ ന്യായപൂർവകവും ജനതകളെ ധാർമ്മികതയോടെയും വിധിക്കാൻ അണയുന്നു. ബാവായ്ക്കും പുത്രനും റൂഹാദുകുദാശിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ നാമം എന്നും പരിശുദ്ധവും ഭീതിജനകവുമാകുന്നു. നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവരും നിൻ്റെ മഹത്വത്തിൻ്റെ യഥാർത്ഥ സന്താനങ്ങളുമായി ഞങ്ങൾക്ക് വേണ്ടി നീ ജീവൻ്റെ ഉറവയെ സജ്ജീകരിക്കുവാൻ തിരുമനസ്സായല്ലോ. സീനായ് മലയിൽ കൂടാരമടിച്ചവന് നിൻ്റെ ആനന്ദം ഞങ്ങളുടെ ആത്മാക്കളിൽ നിവസിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. തെസ്ബോഹത്ത സ്തുതിഗീതം. പാവന കന്യേ, ഞങ്ങൾക്കായി നിൻ തനയൻ പക്കൽ പ്രാർത്ഥിച്ചാലും. ഭാഗ്യമെഴുന്നോരമ്മേ മറിയേ, യാചിക്കണമേ പാപം നീക്കാൻ. ഉലകിൻ നാഥൻ കേൾക്കും നൂനം അൻപെഴുമമ്മ യാചിക്കുമ്പോൾ. മോക്ഷം പാർത്തു കഴിയും മൃതരെ വിണ്ണിൻ ഗേഹം ചേർക്കണമമ്മേ. നന്മ നിറഞ്ഞൊരു നിർമ്മലനാഥേ, കരുണാമാരി ചൊരിയണമെന്നും. നിന്നുടെ തിരുനാൾ കൊണ്ടാടുന്ന മക്കളെ നാഗം ചേർക്കണമമ്മേ. ബാവായ്ക്കും തിരുസുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ. നിൻ്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ. നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരട്ടെ. സകലത്തിൻ്റെയും നാഥനും ബാവായും പുത്രനും റൂഹാദുകുദാശിയുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയ കൂട്ടുകാരെ, 9 മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.